PSC ആസ്ഥാനത്തെ യുവമോർച്ച സമരപന്തൽ പൊളിച്ച് നാണം കെട്ട് പോലീസ്. പൊളിച്ച സമരപന്തൽ മണിക്കൂറുകൾക്കുള്ളിൽ പുനഃസ്ഥാപിച്ച യുവമോർച്ച രാപ്പകൽ സമരം ആരംഭിച്ചു. PSC ചെയർമാന്റെ ആവശ്യപ്രകാരമാണ് സമരപന്തൽ പൊളിച്ചത്. പോലീസ് നടപടി അങ്ങേയറ്റം അപലപനീയമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടും PSC ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിടണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് യുവമോർച്ച രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. അതിന്റെ ഭാഗമായി PSC ആസ്ഥാനത്ത് കെട്ടിയ സമരപന്തലാണ് PSC ചെയർമാന്റെ നിർദ്ദേശപ്രകാരം പോലീസ് പൊളിച്ചുമാറ്റിയത്. വളരെ സമാധാനപരമായും ഭരണഘടനാപരമായും നടത്തിയ സമരത്തെയാണ് പോലീസ് അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചത്. എന്നാൽ പോലീസിന്റെ ഏകാധിപത്യ മനോഭാവത്തെ പൊളിച്ച സമരപന്തൽ പുനഃസ്ഥാപിച്ചാണ് യുവമോർച്ച മറുപടി നൽകിയത്. വളരെ ന്യായമായ സമരത്തെയാണ് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് വിമർശിച്ചു. എന്നാൽ ഏകാധിപത്യ മനോഭാവം അംഗീകരിക്കാനാവില്ല എന്നും സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നത്തെ യുവമോർച്ച സമരത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അത് കഴിഞ്ഞ പിണറായി സർക്കാർ ഭരണത്തിന് കീഴിൽ 10 വർഷം നടന്ന PSCയിൽ നടന്ന നിയമന കുംഭകോണത്തെക്കുറിച്ച് CBI അന്വേഷിക്കുക എന്നുള്ളതാണ്. CPM-നും LDF-നും. പക്ഷെ പൊള്ളലേറ്റത് കോൺഗ്രസിനും UDF-നുമാണ്. ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. PSCയുടെ ചെയർമാൻ, PSC അംഗങ്ങൾ ഇവരുടെ കയ്യിൽ കയ്യാമം വെക്കുന്നതുവരെ യുവമോർച്ചയും BJP-യും സമരരംഗത്തുണ്ടാകും. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സമരം ശക്തമാക്കുമെന്നും യുവമോർച്ച മുന്നറിയിപ്പ് നൽകി. ഇന്ന് 5 മണിക്ക് ആരംഭിച്ച രാപ്പകൽ സമരം നാളെ ഉച്ചവരെ നീണ്ടു നിൽക്കും. ജനം, തിരുവനന്തപുരം.